ദൈവനാമത്തിന് മഹത്വം. നിങ്ങളുടെ മധ്യത്തിൽ ദൈവത്തിന്റെ ആലോചന പങ്കുവയ്ക്കാനായിട്ട് കർത്താവിന് നൽകിയ ഈ നല്ല സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ എൻ്റെ വ്യക്തിപരമായ പഠനത്തിൽ ഞാൻ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത കാര്യങ്ങൾ ക്രമീകൃതമായി നിങ്ങളോട് പറയാം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഞാൻ മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ച ഒരു ലേഖനമായിരുന്നു യുവതിയുടെ ലേഖനം. അതിനോടനുബന്ധിച്ച് ഒരുപാട് പുസ്തകങ്ങൾ മീഡിയയിലൂടെയും മറ്റ് ഗ്രന്ഥങ്ങളൊക്കെ പരിശോധിക്കാനിടയായിട്ടിരുന്നു. അപ്പോൾ അവർ എഴുതി വെച്ചിരിക്കുന്നത് വായിച്ചപ്പോൾ എന്തുകൊണ്ട് എനിക്കും ഇതുപോലെ എഴുതുവാനായിട്ട് ശ്രമിച്ചുകൂടാ എന്ന് ചിന്തിച്ചു. ആ രീതിയിൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ദൈവത്തിനും ഞാൻ ഒരു അധ്യാപകനായതുകൊണ്ട് തന്നെ ചെറിയ ക്ലാസ്സിലാണ് പഠിപ്പിക്കുന്നത്. 5, 6, 7 ക്ലാസ്. ഈ വർഷം എൻ്റെ അവസാന വർഷമാണ്. അടുത്ത വർഷം മുതിർന്ന ക്ലാസ്സിലേക്ക് ഞാൻ പ്രവേശിക്കും. അപ്പോൾ ഈ ചെറിയ ക്ലാസ്സിൽ നമുക്ക് ധാരാളം സമയം ലഭിക്കും, ഒഴിവ് സമയം. അപ്പോൾ ഞാനൊരു ന്യൂ ടെസ്റ്റ്മെന്റ് എപ്പോഴും എൻ്റെ കയ്യിലുണ്ടായിരിക്കും, ഒഴിവ് സമയങ്ങളിൽ വായിക്കും. അപ്പോൾ പഠിക്കാൻ തിരഞ്ഞെടുക്കുന്ന പുസ്തകങ്ങൾ അങ്ങനെ സ്ഥിരമായി ഞാൻ വായിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ലഭിക്കുന്ന ചില ആശയങ്ങൾ അത് കുറിച്ചിടും, പിന്നീട് അത് ഒഴിവനുസരിച്ച് വിപുലീകരിക്കുകയാണ് പതിവ്. അങ്ങനെ എനിക്ക് ലഭിച്ച ചില പ്രകാശനങ്ങൾ ആണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കിടാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ പുസ്തകം നമുക്ക് ഏവർക്കും പരിചിതം ആയ പുസ്തകം എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നു. ഒരു ചെറിയ ലേഖനമാണ്, 25 വാക്യങ്ങൾ മാത്രമാണ് ഉള്ളത്. വളരെ ശക്തമായ സന്ദേശം അടങ്ങുന്ന ഒരു ലേഖനമാണ്. അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ബൈബിൾ കോളേജുകളിലൊക്കെ പഠിപ്പിക്കുന്നത് പോലെ ഓരോ വാക്യങ്ങള് വ്യാഖ്യാനിച്ച് തരിക എന്നുള്ളതല്ല. ഈ ലേഖനം നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് നമ്മുടെ ആത്മീക വർധനവിനും അത് നമ്മുടെ പ്രബോധനത്തിനും ആശ്വാസത്തിനും ഉതകണം. ഇതേ ലക്ഷ്യത്തോടെയാണ് ഞാൻ വചനം പഠിക്കാറ്. അപ്പോൾ അങ്ങനെയുള്ള കുറിപ്പുകളാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ വലിയ പണ്ഡിതോചിതമായ കാര്യങ്ങളൊന്നും നിങ്ങൾ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. വളരെ ധ്യാനാത്മകമായ ചില ചിന്തകൾ ക്രമീകൃതമായി എനിക്ക് ലഭിച്ച കൃപയ്ക്കനുസരിച്ച് നിങ്ങളുമായിട്ട് പങ്കിടുന്നതേ ഉള്ളൂ. അപ്പൊ എന്റെ ലക്ഷ്യം ഇത്ര മാത്രമാണ്: ആത്മീക വർധനവും പ്രബോധനവും ആശ്വാസം നമുക്കുണ്ടാകണം എന്നുള്ളതാണ്. അതിനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഈ യുവതിയുടെ ലേഖനം നമുക്കറിയാം 65ാമത്തെ പുസ്തകമാണ്. ഏതൊരു പുസ്തകം പഠിക്കുമ്പോഴും അതിനൊരു ആമുഖം നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ആ രീതി അവലംബിക്കുകയാണ്. 65ാമത്തെ പുസ്തകമായിട്ടാണ് ബൈബിളിലെ യുവതിയുടെ ലേഖനം ഇരിക്കുന്നത്. പുതിയ നിയമത്തിലെ 26ാമത്തെ പുസ്തകമാണ്. ഇതൊക്കെ നമുക്ക് അറിവുള്ളതാണ്. എന്നാൽ പഠനമായതുകൊണ്ട് ക്രമീകൃതമായിട്ട് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ചില എഴുത്തുകാർ ചില പുസ്തകങ്ങൾ ഞാൻ വായിച്ചപ്പോൾ, പ്രത്യേകിച്ച് ജോൺ മക്കാർദർ എന്ന് പറയുന്ന പ്രശസ്തനായ വേദപണ്ഡിതൻ, അദ്ദേഹത്തിന്റെ കമന്ററിയിൽ ഇത് മതഭ്രഷ്ടന്മാരുടെ അല്ലെങ്കിൽ നമ്മുടെ സിമ്പിളായിട്ടുള്ള പിന്മാറ്റക്കാരുടെ പ്രവൃത്തികൾ എന്നാണ് ഈ ലേഖനത്തെ വിളിച്ചിരിക്കുന്നത്. അതിന് കാരണം ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ മതഭ്രഷ്ടന്മാരായ അല്ലെങ്കിൽ പിന്മാറ്റക്കാരുടെ പ്രവൃത്തികൾ വെളിപ്പെടുത്തുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഈ ലേഖനത്തെ ഇങ്ങനെ ഒരു പേരും അറിയപ്പെടുന്നുണ്ട്: പിന്മാറ്റക്കാരുടെ പ്രവൃത്തികൾ എന്നുള്ളത്. നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തികൾ എന്ന് പറയുന്നത് സഭയുടെ ആരംഭമാണ്. പിന്മാറ്റക്കാരുടെ പ്രവൃത്തികൾ എന്ന് പറയാൻ അദ്ദേഹം ശ്രമിച്ചതിന്റെ കാരണം അത് രസാവരണമാണ്. അതുകൊണ്ട് ഞാൻ പരാമർശിച്ചിട്ട് പോകാം. നമുക്കറിയാം, ഇത് കഴിഞ്ഞ അടുത്ത പുസ്തകം വെളിപ്പാട് പുസ്തകമാണ്. വെളിപ്പാട് പുസ്തകം അതിന്റെ തീം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവ് വരുന്നു, വീണ്ടും വരുന്നു, രാജസ്ഥാനം. അതിന് തൊട്ട് മുൻപ്, യൂദയുടെ തൊട്ട് മുൻപുള്ളത് യോഹന്നാന്റെ ലേഖനങ്ങളാണ്. അതിൽ ആവർത്തിച്ചു വരുന്നൊരു പദമാണ് സത്യം. സത്യം. ഞങ്ങളുടെ സഹോദരിമാരുടെ മീറ്റിംഗിൽ ഈ ദിവസങ്ങളിൽ യോഹന്നാന്റെ ലേഖനങ്ങളിലൂടെ കടന്നു പോവുകയായിരുന്നു. അപ്പോൾ വൈഫ് കഴിഞ്ഞ ആഴ്ച യോഹന്നാന്റെ 3ാം ലേഖനം പഠിച്ച് അവർ അവസാനിപ്പിച്ചു. അപ്പോ അത് പരിശോധിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അപ്പൊ അതിൽ പ്രത്യേകിച്ച്
ആവർത്തിച്ചു വരുന്ന ഒരു പദമാണ് സത്യം സത്യം. അപ്പോ ആ സത്യത്തെ അറിയണം എന്നുള്ളതിന്റെ ആവശ്യകത, അതിനുവേണ്ടി നിലനിൽക്കണം എന്നൊക്കെ യോഹന്നാൻ പറഞ്ഞു. യൂദയുടെ ലേഖനത്തിലേക്ക് വരുമ്പോൾ ആ സത്യത്തിനായിട്ട് നിരന്തരം പോരാടണം എന്നുള്ള ആശയമാണ് യൂദ ഇവിടെ വെളിപ്പെടുത്തുന്നത്. അതിനുശേഷം വെളിപ്പാട് പുസ്തകം വരുന്ന കർത്താവിന്റെ മറ്റും അപ്പോസ്തല പ്രവൃത്തികൾ സഭയുടെ ആരംഭമാണെങ്കിൽ വെളിപ്പാട് സഭയുമായി കർത്താവ് വരുന്ന ഒരു ചിത്രം. അപ്പൊ അതിന്റെ ഇടയിൽ അവസാനമായിട്ട് യൂദയുടെ ലേഖനം വരുന്നത് കൊണ്ട് പിന്മാറ്റക്കാരുടെ പ്രവൃത്തികൾ എന്നുള്ള രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല മറ്റൊരു വിശേഷണം, പുതിയ നിയമത്തിലെ ന്യായാധിപന്മാരുടെ പുസ്തകം എന്നാണ് മറ്റൊരു ഗ്രന്ഥകാരൻ ഈ ലേഖനത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. പുതിയ നിയമത്തിലെ ന്യായാധിപന്മാരുടെ പുസ്തകം നമുക്കറിയാം. പഴയ നിയമത്തിൽ ന്യായാധിപന്മാരുടെ പുസ്തകം ദൈവത്തിൽ നിന്ന് അകന്നു പോകുക ദൈവജനത്തേക്ക് ഓരോരുത്തർ താതാങ്ങൾക്ക് ബോധിച്ചതുപോലെ നടന്ന ആ കാലഘട്ടത്തിൽ ദൈവം അതാത് സമയങ്ങളിൽ ഓരോരുത്തരെ എഴുന്നേൽപ്പിക്കുന്നു, ദൈവത്തിലേക്ക് മടക്കി വരുത്താനായിട്ട് ശ്രദ്ധ. അതുപോലെ വിശ്വാസ ത്യാഗം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാളുകളിൽ കർത്താവിലേക്ക് തിരിയേണ്ടതിന്റെ, അല്ലെങ്കിൽ കർത്താവിൽ നൽകിയ ആ സത്യത്തെ മുറുകെ പിടിച്ച് പോരാടേണ്ടതിന്റെ ആവശ്യകത വെളിപ്പെടുത്തുന്ന ഒരു ലേഖനമായിട്ട് ഇതിരിക്കുന്നത് കൊണ്ട് ഇതിനെ പുതിയ നിയമത്തിലെ ന്യായാധിപന്മാരുടെ പുസ്തകം എന്ന് അറിയുന്നു. മാത്രമല്ല കോമൺ ആയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ സാർവത്രിക ലേഖനം അല്ലെങ്കിൽ ജനറൽ എപ്പിസിൽ, പൊതുലേഖനങ്ങളിൽ ഉൾപ്പെടുന്ന ഒരു ലേഖനം കൂടെയാണ് യൂദയുടെ ലേഖനം. അപ്പൊ പൊതുലേഖനങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പൗലോസിന്റെ ലേഖനങ്ങൾ നമുക്കറിയാം 14 നമ്മളത് അങ്ങനെ വിശ്വസിക്കുന്നു. മാത്രമല്ല പൊതുലേഖനങ്ങൾ എന്ന് പറയുന്നത് ഈ 7. ഈ പൊതുലേഖനങ്ങളിൽ പെടുന്ന ഒരു ലേഖനമാണ് യൂദയുടെ ലേഖനം. ഇത് അറിവുള്ളത് കൊണ്ട് ഒരു ക്ലാസ് ആയതുകൊണ്ട് ക്രമീകൃതമായി ഞാൻ പറഞ്ഞു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മാത്രമല്ല ലേഖനത്തെ പല നിലകളിൽ തിരിച്ച് വേദ പണ്ഡിതർ വിഭജിച്ച് പഠിക്കാറുണ്ട്. അതിലൊന്നാണ് ഭാവിപരമായിട്ടുള്ള ലേഖനങ്ങൾ, രക്ഷയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ പരാമർശിക്കുന്ന ലേഖനങ്ങൾ, അതുപോലെ തന്നെ പ്രതിവാദപരം, അതിൽ ഉൾപ്പെടുന്ന ലേഖനമാണ് യൂദയുടെ ലേഖനം. ക്രിസ്തുശാസ്ത്രപരമായ ലേഖനങ്ങൾ, സഭാപരമായ, അങ്ങനെ നമുക്ക് ഇതൊക്കെ അറിവുള്ള കാര്യങ്ങളാണ്. അതിൽ പ്രതിവാദപരമായിട്ടുള്ള ലേഖനങ്ങളുടെ ഗണത്തിലാണ് വേദപണ്ഡിതർ ഈ യൂദയുടെ ലേഖനത്തെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെറിയ ആമുഖമായിട്ട് ഈ ലേഖനത്തോടുള്ള ബന്ധത്തിൽ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് ഈ കർത്താവ് അനുവദിക്കുകയാണെങ്കിൽ ഇന്നും അടുത്ത ആഴ്ചയും ആമുഖത്തോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞ് ഈ ലേഖനം ഞാനൊരു വിഷയാധിഷ്ഠിതമായി പഠിച്ചത് അതെങ്ങനെ കണ്ടെത്തി, തുടർന്ന് ആ വിഷയത്തോടുള്ള ബന്ധത്തിലാണ് ഇത് പോവുക. അത് പിൽക്കാലം പിന്നീട് പറയാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഒന്നാമതായിട്ട് ഏത് ലേഖനവും നാം പഠിക്കുമ്പോൾ അത് എഴുതിയത് ആരാണ് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കാറുള്ളത്. എഴുത്തുകാരൻ അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. യൂദയുടെ ലേഖനം 1-ാമത്തെ വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു: യേശു ക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദ, പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടും യേശു ക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവരായ വിളിക്കപ്പെട്ടവർക്ക് എഴുതുന്നു. അപ്പോ ആ വാക്യത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇത് എഴുതിയത് യൂദയാണ് എന്ന്. തിരുവഴുത്തിൽ ഒരുപാട് യൂദമാരെ കുറിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് ഞാൻ വിശദീകരിച്ച് പോകുന്നില്ല, നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്കിലും അത് അത്ര പ്രസക്തമല്ല ഈ പഠനത്തോടുള്ള ബന്ധത്തിൽ. ജസ്റ്റ് ഒരു ആമുഖം എന്നുള്ള രീതിയിൽ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ പറഞ്ഞിരിക്കുന്ന 6 യൂദമാർ. ഒന്ന് ഇസ്കരിയോത്ത യൂദ, നമുക്കറിയാം കർത്താവിന്റെ കൂടെ നടന്നിട്ടും കർത്താവിന്റെ കൃത്യമായി മനസ്സിലാക്കാനായിട്ട് സാധിക്കാതെ പരാജിതനായി. യാക്കോബിന്റെ സഹോദരനായ യൂദ യേശുവിന്റെ ശിഷ്യന്മാരിൽ ഒരാളായി. അതുപോലെ തന്നെ ബർശബാസ് എന്ന യൂദ അപ്പോസ്തല പ്രവൃത്തികളിൽ നാം അത് വായിക്കുന്നുണ്ട്. അതുപോലെ ദമസ്കോസുകാരനായ യൂദ, ഗലീലക്കാരനായ യൂദ, ഇങ്ങനെ പല യൂദമാർ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു. എന്നാൽ ഈ ലേഖനം എഴുതിയ എഴുത്തുകാരൻ 6-ാമതായിട്ട് നിങ്ങൾ കാണുന്നത് പോലെ
യാക്കോബിന്റെയും നമ്മുടെ കർത്താവിന്റെയും സഹോദരനായ യൂദ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ എഴുത്തുകാരന്റെ പ്രത്യേകത അതാണ് ഇന്ന് പ്രധാനമായിട്ട് നിങ്ങളുമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പഠനം വെറുതെ കുറെ അറിവുകൾ സമ്പാദിച്ച് തലക്കനം വന്നവരായിട്ട് പോവുക എന്നുള്ളതല്ല, മറിച്ച് നമ്മുടെ ആത്മീക വർധനവിനും പ്രബോധനത്തിനും ആശ്വാസത്തിനും ഉതകണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ എഴുത്തുകാരുടെ പ്രത്യേകതകൾ ഞാൻ ചിന്തിച്ചപ്പോൾ ഒരു പിടി സത്യങ്ങൾ എന്റെ മനസ്സിലേക്ക് വന്നു. അത് എന്റെ ആത്മീക ജീവിതത്തെ പുഷ്ടിപ്പെടുത്തി ഞങ്ങളുടെ കുടുംബ ജീവിതത്തിനും അത് സഹായകരമായിരുന്നു. അപ്പൊ അതുകൊണ്ട് അത് പൊതുപ്രയോജനത്തിനായിട്ട് പറയാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ എഴുത്തുകാരന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് അതിന്റെ ഒന്നാമത്തെ വാക്യത്തിൽ ആ പേരിന്റെ അർത്ഥത്തിൽ നിന്ന് തന്നെയാണ്. പേരിന്റെ അർത്ഥം നമുക്കറിയാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ പേരിന്റെ അർത്ഥം? യൂദ എന്ന പദത്തിന്റെ അർത്ഥം, യൂദ എന്ന വാക്കിന്റെ അർത്ഥം സ്തുതി എന്നുള്ളതാണ്. സ്തുതി. അപ്പോ അത് നമ്മെ ഓർപ്പിക്കുന്ന ഒരു കാര്യം നമുക്കറിയാം. പഴയ നിയമ കാലഘട്ടത്തിൽ ആ പേരുകളുടെ അർത്ഥത്തിന് പ്രാധാന്യമുണ്ട്, വളരെ പ്രസക്തിയുണ്ട്. ഈ കാലഘട്ടത്തിൽ അതൊക്കെ വളരെ വിരളമാണ്. അങ്ങനെയുള്ളൊരു പ്രസക്തി നമുക്ക് തോന്നുന്നില്ല. പക്ഷെ ആ കാലഘട്ടത്തിൽ അങ്ങനെയില്ലായിരുന്നു. അപ്പൊ യൂദ എന്ന പേരിന്റെ അർത്ഥം സ്തുതി എന്നായതുകൊണ്ട് തന്നെ ഒന്നാമതായിട്ട് അതിൽ നിന്ന് ഞാൻ പഠിച്ച ഒരു പാഠം, ഈ യൂദ തന്റെ പേരിനെ അന്വർത്ഥമാക്കി ജീവിച്ച വ്യക്തിയായിരുന്നു. അപ്പൊ അതിൽ നിന്ന് പഠിച്ച പാഠം എന്ന് പറയുന്നത് അവൻ ആരാധിക്കുന്നവൻ ആയിരുന്നു. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതാണോ ഇത്ര വലിയ കാര്യം? ഞാനും ആദ്യം അങ്ങനെ ചിന്തിച്ചു, ആരാധന എന്നൊക്കെ പറയുമ്പോൾ അത്ര വലിയ കാര്യമാണോ എന്നുള്ളത്. പക്ഷെ ഇതിനെ കുറിച്ച് പഴയ നിയമത്തിലെ 3 വേദഭാഗങ്ങൾ നിങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ പ്രഭാതത്തിൽ ദൈവവചനം ധ്യാനിക്കാനായിട്ട് ഇരിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന ഭാഗവുമായിട്ട് ചേർന്ന് വരുമ്പോൾ ആ ഭാഗത്തെ കൂടുതൽ നമുക്കത് മനസ്സിലാക്കി തരും. കർത്താവിന്റെ ഭൂമിയിലായിരുന്നു പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കും. അപ്പൊ നമ്മൾ ഒരു ഭാഗം പ്രതിദിനം ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ സകല വചനങ്ങൾ മറ്റു വചനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും അത് നമുക്ക് ശക്തി നൽകും, അത് നമുക്ക് ആലോചന പറഞ്ഞു തരും. അങ്ങനെ ലഭിച്ച ഒരു 3 ഭാഗങ്ങൾ ചിന്തിച്ചപ്പോഴാണ് യൂദ ആരാധിക്കുന്നവനായിരുന്നു. അതിൽ നിന്നുള്ള ആത്മീക വർധന പാഠവും പ്രബോധന പാഠവും ആശ്വാസത്തിന്റെ സന്ദേശവും ലഭിക്കാനിടയായിട്ട്. അപ്പൊ അത് ഒന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാമെന്ന് വിചാരിക്കും. അതിനു മുൻപ് ഈ യൂദ ഇങ്ങനെ ആരാധിക്കുന്നവനായിരുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവ് ഈ തിരുവഴുത്തിലെ എല്ലാ സ്തുതിഗീതങ്ങളെക്കാളും ഏറ്റവും മികച്ച ഒരു സ്തുതിഗീതമായിട്ട് എനിക്ക് മനസ്സിലായ ഒരു സ്തുതിഗീതം ഡോക്സോളജി എന്ന് പറയും. അത് നമ്മുടെ 24-25 വാക്യത്തിൽ കാണാൻ സാധിക്കും. യൂദയുടെ ലേഖനത്തിൽ തന്നെ മനോഹരമായ ഒരു സ്തുതിഗീതം, കേവലം ഒരു ആശീർവാദം എന്നുള്ളതിനേക്കാൾ മനോഹരമായ ഒരു സ്തുതിഗീതമായിട്ട് 24-25 ഇരിക്കുകയാണ്. എന്താണ് അവിടെ വായിക്കുന്നത്? വീഴാതവണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവരെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏക ദൈവത്തിന് തന്നെ സർവകാലത്തിന് മുമ്പും ഇപ്പോഴും സദാകാലത്തോളവും തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. അപ്പോ ഈ തന്റെ പേരിന്റെ അർത്ഥത്തെ അന്വർത്ഥമാക്കിക്കൊണ്ട് തന്നെ താൻ ജീവിച്ചു എന്നുള്ളത് തന്റെ എഴുത്തിൽ നിന്ന് തന്നെ നമുക്ക് തെളിവായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ആരാധിക്കുക എന്നുള്ളത് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണോ? അത്ര പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണോ? ഞാൻ ഈ പ്രഭാത ധ്യാനത്തിലെ ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം വായിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇതിന്റെ പ്രസക്തി എനിക്ക് മനസ്സിലായത്. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം നമുക്ക് എല്ലാം പരിചിതമാണ്. ആരാധന യോഗങ്ങളിൽ നമ്മൾ കർത്തൃമേശയോടുള്ള ബന്ധത്തിൽ കർത്താവിനെ ഓർക്കുവാനായിട്ട് കടന്നു വരുമ്പോൾ നമ്മൾ ഓർക്കുന്ന ഒരു ഭാഗമാണ്. അവിടെ 22-ാം അധ്യായത്തിൽ കർത്താവ്
ദൈവം അബ്രഹാമിനെ പരീക്ഷിക്കുന്നതിലെ ഇസഹാക്കിനെ യാഗമായി അർപ്പിക്കുന്ന കാര്യമാണല്ലോ, ആ ചരിത്ര സംഭവമാണല്ലോ അവിടുത്തെ പ്രതിപാദ്യ വിഷയം. 22-ന്റെ 2-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. ഉൽപ്പത്തി 22:2. അപ്പോൾ അവൻ നിന്റെ മകനെ നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോരിയാദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്കുക എന്നറിവ് ചെയ്തു. ഹോമയാഗം കഴിക്കുക അതൊരു ആരാധനയുടെ ചിത്രമാണ്. പക്ഷെ അവിടെ എന്നെ സ്പർശിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, എന്താണ് ആരാധന എന്നുള്ളത് ശരിയായ ആരാധന കഴിച്ച ഈ ചരിത്ര സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അവിടെയുള്ള പദപ്രയോഗം നമ്മെ ഭയപ്പെടുത്തുന്നതാണ്. അപ്പോൾ അവൻ നിന്റെ മകനെ നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസ്ഹാക്കിനെ തന്നെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന മലയിൽ ഹോമയാഗം കഴിക്കും. അപ്പോ എന്താണ് ആരാധന ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഇവിടെ അബ്രഹാമിന് ഏറ്റവും പ്രിയപ്പെട്ടത് ഇസഹാക്കാണ്. ആ ഇസഹാക്കിനെ അതുകൊണ്ടാണ് ദൈവം തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ്, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതൻ. അപ്പൊ നമുക്കറിയാം, നമ്മുടെ മക്കളെ നാം എത്രമാത്രം സ്നേഹിക്കുന്നു. അവരുടെ മുഖം പാടുമ്പോൾ അതൊക്കെ നമുക്കറിയാൻ സാധിക്കും. നമ്മൾ അത്രമാത്രം അവരുടെ അറ്റാച്ച്മെന്റ് ഉള്ളതുകൊണ്ട്. ഇവിടെ അത് തന്നെയാണ്, അബ്രഹാം ഏറ്റവും സ്നേഹിക്കുന്നത് എന്റെ മകൻ. ദൈവം പറയുകയാണ്, എന്താണ് ആരാധന? നീ ഏറ്റവും പ്രിയപ്പെട്ടത് കർത്താവിന് കൊടുക്കുക. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് കരുതുന്നത് ഒരു പക്ഷേ മൊബൈൽ ഷോർട്സ് കാണുന്നതായിരിക്കാം, ഒരു പക്ഷേ ചുമ്മാ വെറുതെ ഇരിക്കുന്നതായിരിക്കാം, ഒരു പക്ഷേ മറ്റ് പല കാര്യങ്ങളായിരിക്കാം. പൗലോസിന്റെ ഭാഷയിൽ എഫേസ്യർക്ക് ലേഖനം, എഫെസോസിലുള്ള വിശ്വാസികൾക്ക് ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞിരിക്കുന്ന പ്രയോഗം കടമെടുത്താൽ ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമുള്ളത് ചെയ്ത് ജീവിക്കുന്നതായിരിക്കും. ഏതാണോ നാം ഏറ്റവും സ്നേഹിക്കുന്നത് എന്ന് അറിയുകയില്ല. എന്നാൽ അതൊക്കെ വിട്ട് കളയാനായിട്ട്, അതൊക്കെ കർത്താവിന് വേണ്ടി ത്യജിക്കാനായിട്ട് സാധിക്കുന്നതാണ് ആരാധന. പലപ്പോഴും നമ്മുടെ ധാരണ എന്ന് പറയുന്നത്, ഞായറാഴ്ച വന്നു, സ്തുതി സ്തോത്രങ്ങൾ പറഞ്ഞു, അപ്പൊ കർത്തൃമേശ പങ്കെടുത്തു, അതാണ് ഞാൻ ആരാധിച്ചു എന്ന് നമ്മുടെ മനസാക്ഷിയെ സ്വയം തൃപ്തിപ്പെടുത്തി ഒരു കപട സംതൃപ്തിയിൽ മുന്നോട്ട് പോവുകയാണ്. എന്നാൽ നമ്മൾ ആരാധന എന്ന പദത്തിന്റെ യഥാർത്ഥമായ അർത്ഥം നാം നോക്കുമ്പോൾ അതിൽ റോമർ 12:1 പറയുന്നത് പോലെ ജീവനുള്ള യാഗം എന്ന് വെച്ചാൽ, അതാണ് ഇവിടെ അബ്രഹാം നമ്മെ പഠിപ്പിക്കുന്നത്. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് കർത്താവിനായിട്ട് ത്യജിക്കാനായിട്ട് അവന് മനസ്സിലായി. നമ്മുടെ ജീവിതത്തിൽ ആ ലെവലിൽ ഉയരാൻ സാധിക്കുന്നുണ്ടോ? ഞാൻ ആ ലെവലിൽ ഉയർന്നുകൊണ്ടല്ല പറയുന്നത്, പക്ഷെ അതെന്നെ സ്ട്രൈക്ക് ചെയ്തു. ഞാൻ പലപ്പോഴും അതിൽ പരാജിതനാണ്. അങ്ങനെ പരാജിതനായിരുന്നപ്പോഴാണ് ഞാനൊരു പുസ്തകം വായിച്ചത്. അങ്ങനെ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. നമുക്കറിയാം, പുതിയ അധ്യയന വർഷം തുടങ്ങി. ഇപ്പൊ എന്റെ ക്ലാസ്സിലാണെങ്കിൽ ഇരിക്കാൻ സ്ഥലമില്ല, അത്രയധികം കുട്ടികളാണ്. ഇന്നലെയും വന്നൊരു കുട്ടി 61 കുട്ടികളാണ്. ഇവരൊക്കെ നല്ല ആൺകുട്ടികളാണ്, പെൺകുട്ടികൾ വളരെ കുറച്ച്. ഇവരൊക്കെ മാനേജ് ചെയ്യാൻ പറഞ്ഞത് എളുപ്പമല്ല. പക്ഷെ എന്ത് ചെയ്യാം, അവർ കഴിഞ്ഞ വർഷത്തിൽ നിന്ന് ഈ വർഷത്തിലേക്ക് അവർ പാസ്സായി, അവർ ഉയർന്നു. പിന്നെ ഇവിടെ വീണ്ടും ആ ക്ലാസ്സിലെ കുട്ടികൾ കുറവാന്ന് പറഞ്ഞ് തിരിച്ചയക്കാനായിട്ട് പറ്റില്ല. നമുക്കറിയാം, നമ്മുടെ മക്കൾ LKG, നഴ്സറി പ്രായം കഴിഞ്ഞു, അങ്ങനെ ഓരോ വർഷം കഴിയുന്തോറും ഓരോ ഗ്രേഡ് കൂടി വരണമെന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നവരാണ്. അപ്പോ ഇങ്ങനെ ഈ സത്യം എന്നെ സ്പർശിച്ചപ്പോൾ ഞാനതിൽ പരാജയപ്പെട്ടിരിക്കുകയാണല്ലോ എന്ന് മനസ്സിലാക്കിയപ്പോൾ എനിക്കൊരു ആശ്വാസം നൽകിയൊരു ചിന്ത ഇതായിരുന്നു. ഇപ്പോൾ നീ LKG ലെവലാണെങ്കിൽ കാലങ്ങൾ കഴിയുന്തോറും അത് UKG-യിലേക്കും 1-ാം ക്ലാസ്സിലേക്കും 2-ാം ക്ലാസ്സിലേക്കും തീരണം. ഇപ്പോൾ നിന്റെ ഏറ്റവും പ്രിയപ്പെട്ടത് ത്യജിക്കാൻ നിനക്ക് സാധിക്കുന്നില്ല. പക്ഷെ ഇപ്പൊ നീ LKG ലെവലാണെങ്കിൽ അത് നീ തിരിച്ചറിയുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യമാണ്. എന്നാൽ അതിൽ തന്നെ നിൽക്കാതെ
കർത്താവിനോട് ആ ഭക്തിയിലെ ആ കർത്താവിന് വേണ്ടി നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ത്യജിച്ച് അതിൽ പ്രോഗ്രസ് ഉണ്ടാവാനായിട്ട് ശ്രമിക്കും. അത് സാധിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതെങ്ങനെ സാധിക്കും എന്നുള്ളത് പിൽക്കാലത്തുള്ള ക്ലാസ്സുകളിൽ കർത്താവിന് വരെ താമസിക്കുന്നുവെങ്കിൽ എന്റെ അനുഭവത്തോടുള്ള ബന്ധത്തിൽ ഞാൻ പിന്നീട് പങ്കിടാം എന്ന് ഞാൻ വിചാരിക്കുന്നു. വിഷയത്തിൽ നിന്നുകൊണ്ട് ഞാൻ സംസാരിക്കാനായിട്ട് ശ്രമിക്കുന്നു. അപ്പോ അബ്രഹാമിന്റെ ജീവിതത്തിൽ നിന്ന് ആരാധനയുടെ പ്രാധാന്യം മനസ്സിലായി. കേവലം വന്ന് ഞായറാഴ്ച വന്ന് സ്തുതി സ്തോത്രം അർപ്പിക്കുന്നത് മാത്രമല്ല ആരാധന, അതതിന്റെ ഭാഗമാണ്. പക്ഷെ ഈ ആഴ്ചയിൽ എല്ലാ ദിവസവും നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് ഭരിക്കുക, അതാണ് ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞാൽ ആരാധന എന്ന് പറയും. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് വേണ്ട എന്ന് വെക്കുക. അബ്രഹാമിൽ കാണുന്ന ഒരു പാഠം അതാണ്. അത് ആരാധനയോടുള്ള ബന്ധത്തിൽ ഞാനൊന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. മറ്റൊരു കാര്യം ദാവീദിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ദാവീദിൽ നിന്ന് മനസ്സിലാക്കിയത് പറയുമ്പോൾ ശമൂവേലിന്റെ 2-ാം പുസ്തകം 24-ാം അധ്യായത്തിന്റെ 24-ാമത്തെ ഭാഗം അതൊന്ന് വായിക്കും. 24-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. 2 ശമൂവേൽ 24-ന്റെ 24. നമ്മ അവിടെ എങ്ങനെയാണ് വായിക്കുന്നത്? രാജാവ് അരമനയോട്, അങ്ങനെയല്ല, ഞാനത് നിന്നോട് വിലയ്ക്ക് വാങ്ങുകയുള്ളൂ, എനിക്കൊന്നും ചെലവില്ലാതെ ഞാൻ എന്റെ ദൈവമായ യഹോവയ്ക്ക് ഹോമയാഗം കഴിക്കുകയില്ല എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ അവിടെ ഒരു ഹോമയാഗം, ഒരു ആരാധനയുടെ ചിത്രം നമുക്ക് കാണാം. ആരാധനയുടെ ചിത്രം പുതിയ നിയമത്തിൽ നമുക്കുള്ള വെളിച്ചം, ആ വെളിപ്പാട് അവർക്ക് ലഭിച്ചിട്ടില്ല. പക്ഷെ അന്ന് വരെ ലഭിച്ച വെളിപ്പാടിനനുസരിച്ച് അവർ കർത്താവിനെ ആരാധിച്ച ചിത്രമാണ് നമുക്ക്. അപ്പൊ അതിൽ നിന്നൊരു പാഠം നമുക്ക് പഠിക്കാൻ സാധിക്കും. ഒന്നും ചെലവില്ലാതെ, എനിക്ക് ഒന്നും ചെലവില്ലാതെ ഞാൻ എന്റെ ദൈവമായ ഹോമയാഗം കഴിക്കുകയില്ല. അപ്പൊ അതിൽ നിന്ന് പഠിച്ച പാഠം വില കൊടുക്കുന്നതാണ് ആരാധന എന്ന് പറയുന്നത്. വില കൊടുക്കുക. അപ്പൊ എന്തായി വില? ഞാൻ ചിന്തിച്ചു, എന്ത് വില കൊടുക്കുക കർത്താവിന്? അപ്പോഴാണ് കർത്താവ് ദിനംതോറും ചെയ്യാൻ പറഞ്ഞ ഒരു കാര്യം, ദിനംതോറും ചെയ്യാൻ പറഞ്ഞ കാര്യം ഏതാണെന്ന് അറിയാമോ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നാൾ തോറും ക്രൂശ് എടുത്ത് അനുഗമിക്കുക. ഒറ്റ കാര്യം കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ ഡെയിലി ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്, നാൾ തോറും നമ്മുടെ ക്രൂശ് എടുത്ത് കർത്താവിനെ അനുഗമിക്കണം. അതെന്താ നമ്മുടെ ക്രൂശ് എടുത്ത് അനുഗമിക്കാന്ന് വെച്ചാൽ സ്വന്തം ഇഷ്ടത്തിന് ഭരിക്കുക. കർത്താവിന്റെ ജീവിതമാണ് നമ്മുടെ മാതൃക. നമ്മുടെ ഡിക്ഷണറി എന്ന് പറയുന്നത് കർത്താവാണ്. അപ്പൊ കർത്താവിനെ നമ്മൾ പരിശോധിക്കുമ്പോൾ കർത്താവ് എപ്പോഴും നിന്റെ ഇഷ്ടം മതി എനിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം ഇഷ്ടത്തിന് മരിച്ചുകൊണ്ട് ജീവിച്ചു. ചുരുക്കി പറഞ്ഞാൽ എപ്പോഴും 24 മണിക്കൂറും ഞാൻ ക്രൂശിക്കപ്പെട്ടവനാണ്, ഞാൻ ക്രൂശിലാണ് എന്നത് സെൻസ് ചെയ്ത് ജീവിക്കാൻ സാധിക്കുക. അതിന് വളരെ വില കൊടുക്കണം. നമുക്കറിയാം, നമ്മുടെ ജോലി സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കുമ്പോൾ നമ്മുടെ ദൈവമകനാണ് എന്ന് വെളിപ്പെടുത്തി ജീവിക്കുമ്പോൾ നാം ക്രൂശിക്കപ്പെട്ട അനുഭവത്തിൽ തുടരുമ്പോൾ ഒരുപാട് സ്ട്രഗിൾ നമുക്ക് വരും. അതാണ് വില കൊടുക്കുക എന്ന് പറയുന്നത്. അങ്ങനെ ഒന്നും വെളിപ്പെടുത്താതെ നമ്മൾ സിമ്പിളായിട്ട് ജീവിക്കുന്നത് നല്ല സുഖമാണ്. പക്ഷെ ഞാനൊരു ദൈവ പൈതലാണ്, എനിക്കിതൊന്നും പറ്റില്ല, ഞാൻ ഇങ്ങനെയൊരു ശൈലിയുടെ ഉള്ളവനാണ്, ഞാൻ തിരുവഴുത്തുകളൊക്കെ ഫ്രീ ടൈം കിട്ടുമ്പോൾ വായിക്കും. അങ്ങനെ നമ്മെ അവർ കാണുമ്പോൾ അവർ ശരിക്കും നമ്മളെ മുതലെടുക്കാനായിട്ട് ശ്രമിക്കും. അപ്പോൾ നമുക്ക് വളരെ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും, വില കൊടുക്കേണ്ടി വരും. നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് മരിച്ചുകൊണ്ട് തന്നെ ഓരോ ദിവസവും മുന്നോട്ട് വരും. ദാവീദിന്റെ ആ ചിത്രം, ആ ഹോമയാഗം കഴിച്ച ചിത്രം, വിലയില്ലാതെ ഞാൻ അർപ്പിക്കുകയില്ല എന്നുള്ളത് ഈ സത്യം. അപ്പോഴാണ് ഈ ആരാധനയുടെ പ്രാധാന്യം മനസ്സിലാക്കി. നമ്മൾ ഇതൊന്നും വേണ്ടത്ര രീതിയിൽ ഉൾക്കൊണ്ടുകൊണ്ടാണോ ആരാധിക്കുന്നത്, ഓരോ ദിവസവും ജീവിക്കുന്നത് എന്നുള്ളത് ഞാൻ ചിന്തിക്കാനിടയായിട്ട് തീർന്നു. അപ്പോ അബ്രഹാം തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ദൈവത്തിന് കൊടുക്കുന്നു. ദാവീദ് ഏറ്റവും വില കൊടുത്ത് കർത്താവിനെ ആരാധിക്കുകയാണ്. ഇനി നമ്മുടെ ഒരു ചിത്രം എസ്കേൽ പ്രവചനത്തിലുണ്ട്. ഞാൻ ഈ വെക്കേഷൻ ഏപ്രിൽ മെയ് മാസങ്ങളിലുള്ള വെക്കേഷന് എസ്കേലിന്റെ പ്രവചനം ഒന്ന് മനസ്സിലാക്കിയാലോ എന്ന് ശ്രമിച്ചു. പക്ഷേ എലക്ഷൻ ഡ്യൂട്ടിയും മറ്റു കാര്യങ്ങളൊക്കെ വന്നു. അതുപോലെ വിചാരിക്കാത്ത കുറേ തിരക്കുകളും, അതുപോലെ തന്നെ ഞങ്ങളുടെ ചർച്ചിലൊരു ബ്രദറിന് വയ്യാണ്ടായപ്പോൾ അദ്ദേഹത്തിന്റെ ഹെൽപ്പ് ചെയ്യാനായിട്ടൊക്കെ പോയതിന്റെ ഫലമായിട്ട് എനിക്ക് സാധിച്ചില്ല. എന്നാൽ ഞാൻ 8-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ അവിടെ ഒരു ഭാഗം ഇതിനോടുള്ള ബന്ധത്തിൽ നമ്മെ ചിന്തിപ്പിക്കുന്നതാണ്. അപ്പൊ അതൊന്ന് ഞാനൊന്ന് പറഞ്ഞു.
ഈ ഭാഗം വിടാനായിട്ട് ആഗ്രഹിക്കുകയാണ്. യഹസ്കേൽ പ്രവചനം ഇട്ടിട്ടുണ്ട്. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: അവൻ എന്നോട്, മനുഷ്യപുത്ര, ചുവർ കുത്തിത്തുരക്കുക എന്ന് പറഞ്ഞു. ഞാൻ ചുവർ കുത്തിത്തുരന്നപ്പോൾ ഒരു വാതിൽ കണ്ടു. ഇതിന്റെ സംഭവം ഒരു പക്ഷേ എല്ലാവർക്കും പരിചിതമായിരിക്കില്ല. നമുക്കറിയാം, ഇസ്രായേൽ മക്കൾ പാപം ചെയ്ത് ഹൃദയം കൊണ്ട് ദൈവത്തെ ഉപേക്ഷിച്ച് പോയി. അപ്പോ അവരുടെ നേതൃത്വത്തെ കുറിച്ചുള്ള വിമർശനങ്ങളാണ് ഇവിടെയുള്ളത്. യിരെമ്യാ പ്രവാചകനോടുള്ളത്, യെഹെസ്കേൽ പ്രവാചകനോട് ദൈവം പറയുകയാണ്, ആ ഇടയന്മാരുടെ ഭവനങ്ങള് ഒന്ന് കുറച്ചുകൂടെ തുറന്നു നോക്കുമ്പോ എന്താ കാണുന്നത്? 9, 11 ഒക്കെ വായിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. അവർ അവിടെ ആരാധിക്കുകയാണ്. എന്തിനെയാണ് അവർ ആരാധിക്കുന്നത്? ജാതികളെ, ഇടജാതികളെ, മൃഗങ്ങളെ, ഇസ്രായേൽ ഗൃഹത്തിന്റെ സകല വിഗ്രഹങ്ങളെയും ചുവരിൽ വെച്ച് അവര് ആരാധിക്കുകയാണ്. അതേ സമയത്ത് അവർ പുറത്തു വരുമ്പോൾ ശരിയായ ആലയത്തിലുള്ള ആരാധനക്കാരാണ്. അപ്പോ പ്രവാചകനെ എഴുന്നേൽപ്പിച്ച് പ്രവാചകനെ കാണിച്ചു കൊടുക്കുകയാണ്. ഈ ജനം കപടമായി എന്നെ ആരാധിക്കുകയാണ്, പുറമെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞ് അകമേ അവർ വിഗ്രഹങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. അത് കാണാൻ നീ ചുവർ കുത്തിത്തുരക്കുക എന്നാണ് ഇവിടെ നാം വായിക്കുന്നത്. അപ്പൊ നമ്മുടെ ജീവിതം എങ്ങനെയിരിക്കുന്നു? ഞായറാഴ്ചയുള്ള ഒരു കപട ഒരു തരത്തിലുള്ള ജീവിതമാണോ? ആ ഒരു ആരാധന ജീവിതമാണോ നമുക്കുള്ളത്? അതോ ഈ യൂദയെ പോലെ, അബ്രഹാമിൽ നിന്നും ദാവീദിൽ നിന്നും പഠിച്ചതുപോലെ സ്വന്തം ഇഷ്ടത്തിന് മരിച്ച് ഞാൻ ക്രൂശിലാണ് ഇപ്പോഴും അത് സെൻസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നത്? 24 മണിക്കൂർ അത് സാധിക്കുന്നവരുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നമുക്ക് ശ്രമിച്ചാൽ അതിൽ പുരോഗതി ഉണ്ടാകും. ഒരു 24 ഒരാഴ്ചയിലത്തെ ഒരു മാസത്തെ തീരുമാനം എടുക്കാതെ 24 ഒരു ദിവസം ഈ നാളെ എനിക്ക് ലഭിക്കും, അല്ലെങ്കിൽ ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഇന്ന് ഈ 24 മണിക്കൂർ എനിക്ക് ലഭിക്കുമ്പോൾ എന്റെ പരമാവധി ഞാൻ ക്രൂശിലാണ് എന്നുള്ള ചിന്ത എന്നെ ഭരിച്ച് ഞാൻ ജീവിക്കും എന്ന് നമ്മൾ ഉത്കടമായിട്ട് ആഗ്രഹിച്ച് കർത്താവിനോട് ആ ആഗ്രഹം അറിയിച്ച് അത് പരിശീലിക്കാൻ ശ്രമിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ LKG ലെവലിൽ നിന്ന് UKG-യിലേക്കും 1ാം ക്ലാസ്സിലേക്ക് 2ാം ക്ലാസ്സിലേക്കൊക്കെ പുരോഗതിയുള്ളത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. രണ്ടാമത്തെ എഴുത്തുകാരുടെ പ്രത്യേകതയിലേക്ക് ഞാൻ വേഗത്തിൽ കടക്കട്ടെ. 1:1 തന്നെയാണ് യൂദയുടെ ലേഖനം. 1:1 തന്നെ നാം കാണുന്ന സത്യത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. അവിടെ നാം ഇപ്രകാരമാണ് വായിക്കുന്നത്: യേശു ക്രിസ്തുവിന്റെ ദാസൻ. അപ്പോ ആ ദാസൻ എന്നുള്ള പ്രയോഗം നമുക്കറിയാം, നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക താഴ്മയുള്ളവൻ എന്നുള്ളതാണ്. അതെന്താ അങ്ങനെ പറഞ്ഞത്? ആ പദം ഇന്നത്തെ കുട്ടികളോട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവര് വിചാരിക്കും നമ്മള് ചർച്ച് ഭാഷയിൽ പ്രയോഗം അവർ കേട്ട് വളരുന്നുണ്ട്. കർത്താവിന്റെ വിലയേറിയ ദാസൻ എന്നൊക്കെ കേൾക്കുന്നത് വലിയ, അപ്പോ ചാണ്ടപ്പിള്ള സഹോദരൻ വന്ന് പ്രസംഗിക്കുന്നു. അപ്പോ വിലയേറിയ ദാസൻ എന്നൊക്കെ കേൾക്കുമ്പോൾ ഇപ്പോഴത്തെ ജനറേഷൻ ഒരു പക്ഷെ അതിൽ നല്ല ഉയർന്ന പദവിയായിട്ട് കാണുന്നവരുണ്ടാകാം. പക്ഷേ ഇത് ഈ 1ാം നൂറ്റാണ്ടിൽ ഇതിന്റെ ആദ്യത്തെ അനുവാചകരോടുള്ള ബന്ധത്തിൽ ഈ ദാസൻ എന്ന പ്രയോഗം അവർക്ക് വളരെ വ്യക്തമായിട്ട് ഒരു ബ്രാൻഡ് മാർക്ക് എന്നുള്ള രീതിയിൽ അവർ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അത് ഏറ്റവും താഴെയുള്ള സമൂഹത്തിൽ ഏറ്റവും അവസാന തട്ടിലുള്ള ഒരു ചിത്രത്തെ സൂചിപ്പിക്കുന്നതായിട്ട് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് അവരുടെ മനസ്സിലേക്ക് വരും. നമ്മുടെ പിന്നത്തെ ചില ഭാഷയിലൊക്കെ നമ്മൾ വരുമ്പോൾ പൂക്കി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആ ആശയം വരുന്നത് പോലെ. പക്ഷെ ഇതൊരു 10 വർഷം മുൻപ് ഈ പ്രയോഗം വരുമ്പോൾ അതറിയില്ല, അല്ലെങ്കിൽ കഴിഞ്ഞിട്ട് വായിച്ചു കഴിഞ്ഞാൽ ഈ പശ്ചാത്തലം അറിഞ്ഞാൽ മാത്രമേ അവർക്ക് അതിന്റെ അർത്ഥം, ആ പദത്തിന്റെ അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെയുള്ള ഒരു പദമാണ് ദാസൻ എന്നുള്ള പ്രയോഗം. അപ്പോ ഒരു അടിമദാസൻ, ബോൺ സെർവന്റ്, ഡൂലോസ് എന്നുള്ള ഗ്രീക്ക് പദമാണ് അവിടെ ഉപയോഗിച്ചു എന്നുള്ളതാണ് പുസ്തകങ്ങളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതിൽ നിന്ന്
കർത്താവിന്റെ അർദ്ധ സഹോദരനായ യൂദ തന്നെ അവകാശപ്പെടുന്നത് താഴ്മയുള്ളവൻ എന്നുള്ളത്. ഇത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണോ? അപ്പൊ ഞാനിത് ചിന്തിച്ചു, ആരാധിക്കുന്നവൻ എന്ന് ചിന്തിച്ചപ്പോൾ തന്നെ താഴ്മയുള്ളവൻ അത്ര പക്ഷെ സിമ്പിള്, ഇത് അത്ര സിമ്പിൾ അല്ല എന്നുള്ളത് മനസ്സിലായി. കാരണം എന്താണെന്ന് അറിയാമോ? പത്രോസിന്റെ ലേഖനം ഒന്നാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഈ താഴ്മയുടെ പ്രാധാന്യം നമുക്ക് കാണാൻ സാധിക്കും. താഴ്മയുടെ പ്രാധാന്യം നമ്മൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു: അവർണ്ണ വിളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുവിൻ, എല്ലാവരും തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചു കൊള്ളുവിൻ. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. അപ്പോ ദൈവത്തിന്റെ കൃപ നമുക്ക് ലഭിക്കണമെങ്കിൽ നമുക്കുണ്ടായിരിക്കേണ്ട ഗുണവിശേഷങ്ങളിൽ ഒന്നാണ് താഴ്മ എന്ന് പറയുന്നത്. അപ്പോ ഈ താഴ്മയില്ലെങ്കിൽ അതിന്റെ അർത്ഥം കൃപയില്ല എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ അർത്ഥം ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നിഗളം ഉണ്ടെന്നുള്ളതാണ്. അപ്പൊ അതിന്റെ അർത്ഥം ദൈവം നമ്മുടെ എതിരാളിയായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അതെന്നെ വളരെ സ്ട്രൈക്ക് ചെയ്തു. കേവലം ഇങ്ങനെ വായിച്ചു കിട്ടപ്പോ ഒന്നും തോന്നിയില്ല. പക്ഷെ തിരുവെഴുത്തുകളിൽ സകല വചനം കൊണ്ട് ജീവിക്കുന്നതെന്ന് കർത്താവ് പറഞ്ഞത് വെറുതെ അല്ല എന്നുള്ളത് അപ്പോൾ എനിക്ക് മനസ്സിലായി. ഇവിടെ എന്താ പറയുകയാണ്, താഴ്മയുള്ളവർക്ക് നമുക്കൊരു ദിവസം കൃപ ലഭിക്കുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം നാം സ്വന്തം വിവേകത്തിൽ ഊതുന്നു, നിഗളം തമ്മിലുണ്ട് എന്നുള്ളതാണ്. ഈ കൃപ എന്ന് പറയുമ്പോൾ, താഴ്മയുള്ളവർക്ക് കൃപ ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കുള്ളൊരു മനോഹരമായൊരു വാഗ്ദത്തം റോമാലേഖനം 6-ാം അധ്യായത്തിലുണ്ട്. നമുക്കിഷ്ടമുള്ള വാഗ്ദത്തമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ പലരും അതിനെ കുറിച്ചൊന്നും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. വളരെ ചുരുക്കം പ്രസംഗകരിൽ നിന്ന് മാത്രമേ ഞാനിത് കേട്ടിട്ടുള്ളൂ. നമുക്കിഷ്ടമുള്ള വാഗ്ദത്തങ്ങൾ ഞാൻ കേട്ടിട്ടുള്ളത്: ഞാൻ എന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. യാചിച്ചിരുന്നാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ കിട്ടുന്നത് ചിലപ്പോൾ റെഡിലൊക്കെ കളറൊക്കെ ട്രൈവർസൊക്കെ ചില ഹൈലൈറ്ററൊക്കെ ഉപയോഗിച്ച് നമ്മളൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ടാകും. പക്ഷെ ഈ വാക്തത്വം, അതുപോലെ തന്നെ ഒരു വാക്തത്വം റോമലേഖനം 6-ന്റെ 14 അപ്പൊ അതാണ് ഈ താഴ്മ എന്നുള്ള പദം വന്നപ്പോ എന്നെ സ്ട്രൈക്ക് ചെയ്തത്. അപ്പൊ അതൊന്നും ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 6-14 നമ്മിങ്ങനെ വായിക്കുന്നു: നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്ക് അത്ര അധീനരായാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. അപ്പൊ കർത്തൃത്വം നടത്തുകയില്ല എന്ന് വെച്ചാൽ ഭരണം നടത്തുകയില്ല. അതൊരു വാക്തത്വമാണല്ലോ. പാപം നിങ്ങളെ ഭരിക്കുകയില്ല. പാപം നിങ്ങളിൽ വെച്ചാൽ റോമിലുള്ള വിശുദ്ധന്മാര് നമ്മളോടുള്ള ബന്ധത്തിൽ പറഞ്ഞാൽ പാപം നമ്മിൽ ഭരണം നടത്തുകയില്ല. എപ്പോൾ? ആ വാക്യം തന്നെ മറുപടി തരുന്നു: കൃപയ്ക്ക് കീഴിലായാൽ. അല്ലെങ്കിൽ കൃപ ലഭിച്ചാൽ പാപം ഭരണം നടത്തില്ല. അപ്പൊ പത്രോസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിച്ചത് താഴ്മയുള്ളവർക്ക് കൃപ. അപ്പൊ പാപത്തിൽ തുടരുന്ന, പാപത്തിൽ രസിക്കുന്ന വിശ്വാസി, ഓരോ ദിവസവും കാലിൽ നാം ഉഷ്ണമേഖല പ്രദേശങ്ങളിൽ ജീവിക്കുന്നവര് ഒരു പ്രത്യേകതയെ കുറിച്ച് വായിക്കുന്നത് അവർ നന്നായി വിയർക്കുമ്പോൾ ദിവസവും അവർ കുളിക്കുന്നില്ലെങ്കിൽ അത് ഭയങ്കര ദുർഗന്ധം വഹിക്കാൻ ഇടയായിട്ട്. ഇതുപോലെ അനുദിന ജീവിതത്തിൽ രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ കാലിൽ പറ്റിപ്പിടിക്കുന്ന പാപമെന്ന പൊടിപടലങ്ങളെ അത് കഴുകിക്കളയുന്ന ഒരു ശീലം അവനില്ലെങ്കിൽ അങ്ങനെ നിരപ്പ് പ്രാപിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ജീവിതശൈലി അവനില്ലെങ്കിൽ അവൻ പാപം ഭരണം നടത്തുന്ന ഒരു ജീവിതത്തിലാണ്. അവന് കൃപ ലഭിക്കുന്നില്ല, അവന് താഴ്മയില്ല എന്നാണ്. ഇതൊക്കെയാണ് അടിസ്ഥാനപരമായി നമ്മൾ അനുദിനം പ്രാക്ടീസ് ചെയ്യേണ്ട സത്യം. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ കർത്താവ് പറഞ്ഞതുപോലെ ഇത് ജീവജലത്തിന്റെ നദികൾ നമ്മിൽ നിന്ന് ഒഴുകാൻ തുടങ്ങും. എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതം മറ്റുള്ളവരിൽ ഒരു ചലനം സൃഷ്ടിക്കാൻ ഇടയായിട്ട് തീരും എന്നുള്ളതിന് യാതൊരു സംശയം. അപ്പൊ നമ്മുടെ വ്യക്തി ജീവിതം, നമ്മുടെ കുടുംബ ജീവിതം, നമ്മുടെ സഭാ ജീവിതം, നമ്മുടെ തൊഴിലെടുക്കുന്ന മേഖലകൾ, അതൊക്കെ സ്ട്രഗിൾസ് ഒക്കെ ഉണ്ട്, പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. പക്ഷെ അതിന്റെ മധ്യത്തിലും ആ സ്വസ്ഥത അനുഭവിച്ചുകൊണ്ട് ജീവിക്കാൻ സാധിക്കും. അതിന് സാധിക്കണമെങ്കിൽ നാം ഈ പ്രമാണങ്ങൾ, നമുക്ക് തന്നിരിക്കുന്ന ഈ ഗൈഡ് ലൈൻസ് കൃത്യമായി ഫോളോ ചെയ്യാനായിട്ട് പരിശീലിക്കണം. ഒരിക്കലും ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് വരില്ല, തന്നെത്താനും വരില്ല. ഞായറാഴ്ച വന്നു, ഇട ദിവസം വന്നു,
ഒരിക്കലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നാം തന്നെ അതിയായി വാഞ്ചിക്കുമ്പോൾ മാത്രമാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കുക. അപ്പോൾ താഴ്മയുള്ളവൻ എന്നുള്ളത് ഞാൻ അവിടെ വിടുകയാണ്. യോഹന്നാൻ സ്നാപകൻ പറഞ്ഞ ആ പ്രാർത്ഥന ദിനംതോറും നമ്മൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അത് താഴ്മയുള്ള ഒരു ജീവിതം നയിക്കാനായിട്ട് നമ്മെ സഹായിക്കും. അവൻ വളരണം, ഞാനോ കുറയണം. ഞാൻ എന്ന ഭാവം, നിഗളം, അത് കുറയണം. കർത്താവ് എന്നിൽ വളരണം. അങ്ങനെ നമ്മൾ ഒരു ജീവിത ശൈലി വളർത്തിയാൽ നമുക്ക് ധാരാളം കൃപ ഓരോ ദിവസവും കിട്ടും. പാപം ഭരണം നടത്താത്ത ജീവിതം നയിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അടുത്ത പാഠം എന്ന് പറയുന്നത് ഒരു അസൈൻമെന്റ് പോലെ ഇപ്പൊ തന്നെ ചെയ്യാവുന്നൊരു ഇതുപോലെ തരാണ്. ഈ വാക്യങ്ങൾ ഒന്ന് വായിച്ചിട്ട് ഈ അടുത്ത പ്രത്യേകത നിങ്ങൾക്ക് പറയാൻ പറ്റുമെങ്കിൽ എഴുത്തുകാരന്റെ 1:5 ഉറക്കെ വായിക്കേണ്ട, ശാന്തമായിട്ട് 1:5, 6, 7, 11, 14 ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ എഴുത്തുകാരന്റെ മറ്റൊരു പ്രത്യേകത നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഞാൻ തന്നെ പറയാം. ദൈവവചനത്താൽ നിറഞ്ഞവൻ എന്നത് എങ്ങനെ മനസ്സിലാക്കാം? ഈ വാക്യങ്ങളൊക്കെ പഴയ നിയമ തിരുവെഴുത്തിലുള്ള പരാമർശങ്ങളാണ്. പഴയ നിയമ ഭാഗത്തിൽ നിന്നുള്ള പരാമർശങ്ങളാണ്. ഈ 25 വാക്യങ്ങളുള്ള ഈ കൊച്ചു ലേഖനത്തിൽ എത്ര തവണയാണ് പഴയ നിയമത്തിൽ നിന്നുള്ള കാര്യങ്ങൾ വന്നിരിക്കുന്നത്? അപ്പൊ അതിൽ നിന്ന് തന്നെ ഈ എഴുത്തുകാരന്റെ ഒരു പ്രത്യേകത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദൈവവചനത്താൽ നിറഞ്ഞവനായി. അപ്പൊ നമ്മുടെ ജീവിതത്തിലും ദൈവവചനത്താൽ ദിനംതോറും നിറയും. ഫ്രാൻസിസ് ഡേവിഡ് സോവറിൻ ഞങ്ങളുടെ ക്ലാസ് എടുക്കാനായിട്ട് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു ഉദാഹരണം ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. അത് മറ്റൊന്നുമല്ല, അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ്: വചനം എന്ന ആ കാസറ്റ് ഹൃദയമാകുന്ന ടേപ്പ് റെക്കോർഡല്ല. അപ്പൊ അന്ന് എനിക്ക് തോന്നുന്നു കുറെ വർഷങ്ങൾ പാലിയേക്കരയ്ക്ക് ആയിരുന്ന സമയത്താണ് തോന്നുന്നു ക്ലാസ്. അപ്പൊ ഹൃദയമാകുന്ന ആ ടേപ്പ് റെക്കോർഡറിൽ പ്ലേ ചെയ്യാനായിട്ട് നമ്മൾ സഞ്ചരിക്കുന്ന സമയങ്ങളിലായാലും നാം എവിടെ പോകുന്നത് എപ്പോഴായാലും ഈ വചനം ടേപ്പ് റെക്കോർഡർ പ്ലേ ചെയ്യുന്നത് പോലെ നമ്മുടെ ചിന്താമണ്ഡലങ്ങളിലൂടെ ഇങ്ങനെ പോകും. അങ്ങനെയുള്ള ഒരു ജീവിതം ശുദ്ധീകരണം പ്രാപിക്കുന്ന, ദിനംതോറുമുള്ള ശുദ്ധീകരണം പ്രാപിക്കുന്ന, ആന്തരിക സ്വസ്ഥത അനുഭവിക്കുന്ന ഒരു ജീവിതമായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഈ സത്യം നമുക്ക് എല്ലാവർക്കും അറിവുള്ളതാണ്. പക്ഷേ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, കർത്താവാണ് നമ്മുടെ ഡിക്ഷണറി. നമുക്കറിയാം, നമ്മളിപ്പോൾ ഇംഗ്ലീഷ് പുസ്തകമൊക്കെ വായിക്കുമ്പോൾ ചില പദങ്ങളുടെ അർത്ഥം നമുക്കറിയാം. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യാം? പണ്ടൊക്കെ പണ്ടാണ് ഡിക്ഷണറി എടുത്ത് നമ്മൾ പരിശോധിക്കും. ഇതുപോലെ എന്ത് കാര്യങ്ങൾക്കും നമ്മുടെ കർത്താവിനെ നമുക്ക് പരിശോധിക്കാനായിട്ട് സാധിക്കും. അപ്പൊ കർത്താവിന്റെ വാക്കുകളിലേക്ക്, കർത്താവിന്റെ ജീവിതത്തിലേക്ക് പോയപ്പോൾ ഈ ദൈവവചനത്താൽ നിറഞ്ഞ കർത്താവിന്റെ കാണാൻ സാധിക്കും. അതിൽ നിന്നൊരു പാഠം കൂടെ പറഞ്ഞ് ഞാനിപ്പോൾ നിർത്താം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 47-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. ലൂക്കോസ് 2:47. ലൂക്കോസ് 2:47 നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: അവന്റെ വാക്ക് എന്ന് വെച്ചാൽ നമ്മുടെ കർത്താവിന്റെ വാക്ക് കേട്ടവർക്ക് എല്ലാവർക്കും അവന്റെ വിവേകത്തിലും ഉത്തരങ്ങളിലും വിസ്മയം തോന്നി. അപ്പൊ അവന്റെ വാക്ക് എന്ന് പറയുന്നത് കർത്താവിന്റെ വാക്ക്. ഈ കർത്താവിന് എത്ര പ്രായം ഉണ്ടായിരുന്നു? അത് നമ്മൾ അതിന് തൊട്ട് മുകളിൽ വായിക്കുന്നുണ്ട്. നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. 12 വയസ്സാണ്. തൊട്ട് മുമ്പ് സമയം പോകുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു പോകുന്നു. 12 വയസ്സായ കർത്താവ് മറ്റുള്ളവരെ വിസ്മയിക്കും. ആരെയാണ് വിസ്മയിപ്പിച്ചത്? അവിടെ ഉള്ളവരെ കുറിച്ച് നമുക്കറിയാം, നമുക്ക് അറിവുള്ളവരാണല്ലോ. പണ്ഡിതന്മാരായ പരീശന്മാരെ, ശാസ്ത്രിമാരെയൊക്കെ വിസ്മയിപ്പിച്ചു. അപ്പൊ എങ്ങനെയാ കർത്താവിനെ അങ്ങനെ വിസ്മയിപ്പിക്കാൻ സാധിച്ചത്? അവൻ ദൈവമാണ്, പക്ഷെ പരിപൂർണ മനുഷ്യനാണ്. മനുഷ്യത്വത്തിൽ നിന്നുകൊണ്ടുള്ള രീതിയാണ്. കാരണം പരിപൂർണ മനുഷ്യനെയാണല്ലോ ലൂക്കോസ് അവതരിപ്പിക്കുന്നത്. അപ്പൊ എങ്ങനെ കർത്താവിനെ വിസ്മയിപ്പിക്കുന്നത്? കൊച്ചു മക്കൾക്കോടുള്ള ബന്ധത്തിൽ ഞാനത് ഒരു പ്രയോജനത്തിനായിട്ട് പറയട്ടെ. നമുക്കറിയാം, 12 വയസ്സുള്ള കർത്താവ് ഒരു 4-ാമത്തെ വയസ്സ് തൊട്ട്
കർത്താവ് സിനഗോഗിൽ പോകുമ്പോൾ ആ അവിടെ വായിച്ചു കേൾക്കുന്ന ചുരുളുകളിൽ നിന്നുള്ള തിരുവെഴുത്തുകൾ അവൻ മനഃപ്പാഠമാക്കാനായിട്ട് തുടങ്ങി. ഓരോ ആഴ്ചയിൽ പോകുന്ന തിരുവെഴുത്ത്, കാരണം കർത്താവിന്റെ ഭവനം ദരിദ്ര കുടുംബമാണ്. അപ്പോൾ ചുരുള് മേടിക്കാൻ ഇന്നത്തെ പോലെ ബൈബിളുകൾ പലതരത്തിലുള്ള വേർഷൻസ് ഒന്നും അവൈലബിൾ അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ തന്റെ വീട്ടിൽ തിരുവെഴുത്തുകളില്ല. അപ്പൊ അതുകൊണ്ട് സിനഗോഗിൽ പോകുമ്പോൾ അവിടെ റബ്ബി പറയുന്ന അത് ശ്രദ്ധയോടെ കേൾക്കും. ആ ആഴ്ച ഉടനീളം അത് താൻ പക്ഷേ അത് മനഃപ്പാഠമാക്കി കാണും. അങ്ങനെ ഏകദേശം 8 വർഷങ്ങൾ കഴിഞ്ഞു. ഞാനൊരു ഭാവന മാത്രമാണ് പറയുന്നത്. അപ്പോൾ 8 വർഷക്കാലം, 4 വയസ്സ് തൊട്ട് 12 വയസ്സ് വരെ 8 വർഷക്കാലം നിരന്തരമായി ആ സിനഗോഗിൽ അറ്റൻഡ് ചെയ്തപ്പോൾ അവിടെ കേട്ട വചനങ്ങൾ അവൻ ഹൃദിസ്ഥമാക്കി കാണും. അങ്ങനെ ആ വചനത്താൽ നിറഞ്ഞ കർത്താവ് 12ാമത്തെ വയസ്സിൽ ഈ വചനത്തിൽ അന്ന് കാലത്ത് 39 പുസ്തകങ്ങൾ ആ പഴയ നിയമത്തിൽ വളരെയധികം അവഗാഹമുണ്ടായിരുന്നവരെ അമ്പരിപ്പിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നു എന്നുള്ളതിന് യാതൊരു സംശയം. അപ്പൊ എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം, നമ്മുടെ കർത്താവ് എത്ര മാതൃകയാണ്. ഈ അന്ന് തനിക്ക് ലഭിച്ച തിരുവെഴുത്തുകൾ എത്രമാത്രം ആർത്തിയോടെ മനസ്സിലാക്കാനായിട്ടും അത് പ്രയോഗിക്കാനായിട്ടും കർത്താവിനെ സാധിച്ചു. നമുക്കും അത് സാധിക്കേണ്ടതാണ്. അപ്പൊ ഞാൻ ഇന്ന് പറയാനായി 2 ആശയങ്ങൾ കൂടെ അതിൽ പറയാനായിട്ടുണ്ട്. എങ്കിലും ഞാനത് ഇപ്പോൾ പറയുന്നില്ല. കർത്താവ് അനുവദിക്കുകയാണെങ്കിൽ അടുത്ത ആഴ്ച പറയാമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഇതിന്റെ ആമുഖ ഭാഗത്താണ് നിൽക്കുന്നത്. എഴുത്തുകാരൻ കണ്ട ചില കാര്യങ്ങൾ ഈ ലേഖനത്തിൽ നിന്നും ആ വാക്കിൽ നിന്നും ഒക്കെ ഉള്ളത് തിരുവെഴുത്തിന്റെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിച്ച് നമ്മുടെ ആത്മീക വർധനവിനും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായിട്ട് പങ്കുവെക്കാനാണ് ഞാൻ ശ്രമിച്ചത്. അത് എൻ്റെ ജീവിതത്തിൽ പ്രയോജനമായിരുന്നു. നാം ദീർഘകാല തീരുമാനങ്ങൾ എടുക്കാതെ 24 ഒരു അടുത്ത ദിവസം എനിക്ക് 24 മണിക്കൂർ കർത്താവ് തരികയാണെങ്കിൽ ഞാൻ ദിനംതോറും ക്രൂശിക്കപ്പെട്ട അനുഭവത്തിൽ ഞാൻ ജീവിക്കും. കർത്താവ് എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് മരിച്ച് ഞാൻ ജീവിക്കും. ദൈവവചനത്താൽ നിറഞ്ഞ് ഞാൻ ജീവിക്കാൻ ശ്രമിക്കും. ഇപ്പോൾ LKG ലെവലാണ് കർത്താവ്. അത് എനിക്ക് കുറച്ചുകൂടെ ഉയർത്തണമെന്ന് ആഗ്രഹമുണ്ട്. ആ രീതിയിൽ ഞാൻ അവനോ വളരെയണം, ഞാനോ കുറയണം എന്നുള്ള യോഹന്നാൻ സ്നാപകന്റെ പ്രാർത്ഥനയെ നമ്മുടെ ജീവിതത്തിൽ അനർത്ഥമാക്കിക്കൊണ്ട് ചെയ്യുവാൻ ഈ വചനങ്ങളാൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കുമാറാണ്.